ക്ലിഫ് ഹൗസിൽ നിർണായക ചർച്ചകൾ നടക്കുകയാണ്. പി ശശിയും CM രവീന്ദ്രനും കെ രാഗേഷും മുഖ്യമന്ത്രിയെ കാണാനെത്തിയെന്നാണ് ഏറ്റവും പുതിയ വിവരം. DGPയും ഉടൻ എത്തും. ADGPയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം DGP ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയിരുന്നു. നിർണായകമായ മണിക്കൂറിലാണ്. കാരണം ADGPക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്ന കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. സർക്കാരിന് വലിയ നാണക്കേട് ഉണ്ടാക്കിയ, സർക്കാരിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചില കൂട്ടായ ചർച്ചകൾ നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കെ രാഗേഷ് ഉണ്ട്, CM രവീന്ദ്രൻ, ഒപ്പം P ശശി എന്നിവർ മന്ത്രിയുടെ ഓഫീസിലുണ്ട്, മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡാൻ കുര്യൻ ചെയ്തു. ഡാൻ, ഇന്ന് ഇപ്പോൾ DGP വൈകിട്ട് ഡൽഹിക്ക് പോവുകയാണ്. അതിന് മുൻപ് സമയം ചോദിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് മുഖ്യമന്ത്രിയെ കാണാൻ. നടപടിയിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ? എന്താണ് ലഭിക്കുന്ന സൂചനകൾ? സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബർ സാഹിബ് ഇന്നലെ വൈകുന്നേരമാണ് ആഭ്യന്തര സെക്രട്ടറിക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറിയത്. ഒരുപക്ഷേ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം കഴിഞ്ഞ ദിവസം തന്നെ ഉറപ്പായിരുന്നു. പക്ഷേ അത് ഏത് തരത്തിലായിരിക്കും എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ടായിരുന്നു. അതിനിടയിലാണ് മുഖ്യമന്ത്രി ഇന്ന് ഈ റിപ്പോർട്ട് കണ്ടു രാവിലെ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. രാവിലെ 10 മണിയോടെയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഓഫീസിലെ നിർണായക ചുമതലകൾ വഹിക്കുന്ന മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം ഇവിടേക്ക് എത്തുന്ന സാഹചര്യം, ക്ലിഫ് ഹൗസിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, കെ രാഗേഷ്, അതോടൊപ്പം CM രവീന്ദ്രൻ ഉൾപ്പെടെയുള്ളവരാണ് രാവിലെ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടി ക്ലിഫ് ഹൗസിലേക്ക് എത്തിയത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസ്ഥാന പോലീസ് മേധാവി തന്നെ ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ നേരിൽ കാണുമെന്ന തരത്തിലുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വരുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഇതുവരെ ഇവിടേക്ക് എത്തിയിട്ടില്ല. വൈകാതെ എത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഈ ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് പൂരം കലക്കലടക്കം ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത്കുമാറിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ സംബന്ധിച്ച പ്രാഥമികമായൊരു അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സംസ്ഥാന പോലീസ് മേധാവി തന്നെ കൈമാറിയിരുന്നു. ഈ റിപ്പോർട്ടിൽ MR അജിത്കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകൾ, അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ വന്നിട്ടുള്ള വീഴ്ചകൾ വ്യക്തമായി പരാമർശിച്ചിട്ടുമുണ്ടായിരുന്നു. പക്ഷേ അത് സംബന്ധിച്ച സമഗ്രമായ വിശദാംശങ്ങൾ വേണമെന്ന് മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും വിശദമായൊരു അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയതിനു ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്നത്. അതിനുശേഷമാണ് ആഭ്യന്തര സെക്രട്ടറിക്ക് ഈ റിപ്പോർട്ട് ഇന്നലെ വൈകുന്നേരം കൈമാറുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായി ഈ റിപ്പോർട്ട് ലഭിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നടപടി എടുക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല സർക്കാരിന് മുമ്പിലുള്ളത്. മാത്രവുമല്ല, അടുത്ത ദിവസം സഭാ സമ്മേളനം വീണ്ടും ആരംഭിക്കുകയാണ്. സ്വാഭാവികമായി ഉയർന്നു വന്ന ആരോപണങ്ങളിൽ എന്ത് തരത്തിലുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്, ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നതെന്ന ചോദ്യങ്ങൾ സഭയെ പ്രക്ഷുബ്ധമാക്കും. ഇതിനോടകം തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളിൽ മുഖരിതമാണ്. സംസ്ഥാനത്തിന്റെ കലുഷിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് രാഷ്ട്രീയം കടന്നുപോകുന്നത്. അതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ക്രമസമാധാന ചുമതലയിൽ MR അജിത്കുമാറിനെ സംരക്ഷിക്കുന്നതെന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ, വിമർശനങ്ങൾ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്ന പശ്ചാത്തലമുണ്ട്. CPI ഉൾപ്പെടെയുള്ള കക്ഷികൾ ശക്തമായ മുന്നറിയിപ്പുമായി, ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ CPI സംസ്ഥാന സെക്രട്ടറിക്ക് അടക്കം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ നൽകിയ ഉറപ്പെന്ന് പറയുന്നത് റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം തീരുമാനം കൈക്കൊള്ളുമെന്നായിരുന്നു. സ്വാഭാവികമായി ആ റിപ്പോർട്ട് നിർണായകമായി മാറുന്നതും അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ റിപ്പോർട്ട് കൈവശം ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് നടപടിയെടുക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്ന തരത്തിലുള്ള നടപടിയാണോ, അതിനപ്പുറത്തേക്ക് മറ്റ് നിർണായകമായ എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനം MR അജിത്കുമാറുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി കൈക്കൊള്ളുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്.